നമസ്കാരം. ഇന്ന് അർദ്ധരാത്രി പിന്നിടുമ്പോൾ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള 3 നിയമങ്ങളാണ് ഇതോടെ ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് സഞ്ചരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയവുമാണ് നിലവിൽ വരുന്നത്. ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ഒക്കെ തന്നെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും. അതിന് മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ നിയമത്തിൻ്റെ കരട് അവതരിപ്പിച്ചത്. അപാകങ്ങൾ പരിഹരിച്ച് ഡിസംബർ 13-ന് പുതുക്കി അവതരിപ്പിച്ചു. ഡിസംബർ 25-ന് രാഷ്ട്രപതി അംഗീകാരം നൽകി. വിജ്ഞാപനമനുസരിച്ച് ഭാരതീയ ന്യായ സംഹിതയിലെ 106-ാം വകുപ്പിലെ 2-ാം ഉപവകുപ്പ് മരവിപ്പിച്ചു. ഹിറ്റ് ആൻഡ് റൺ കേസുകളുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ ഉപവകുപ്പ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ട്രക്ക് ഡ്രൈവർമാരുടെ സംഘടനകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത് മരവിപ്പിച്ചത്. പുതിയ നിയമസംഹിതകളായിരിക്കും ഇനി പോലീസിനെ നയിക്കുക. IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയും CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയവും നിലവിൽ വരികയാണ്. പുതിയ നിയമം പഠിച്ചെടുക്കാൻ രാജ്യത്ത് പോലീസ് സേനകൾ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഡമ്മി FIRകൾ ഫയൽ ചെയ്ത് മറ്റുമാണ് പുതിയ നിയമങ്ങളുടെ പ്രവർത്തനം പഠിച്ചെടുക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയുടെ കൈപ്പുസ്തകങ്ങളും PDF ഫയലുകളും ഉദ്യോഗസ്ഥർക്ക് പോലീസ് മേധാവികൾ അയച്ച് നൽകുന്നുണ്ട്. രാജ്യത്തെ ഏതാണ്ട് 5.5 ലക്ഷത്തിന് മേൽ ഉദ്യോഗസ്ഥർക്ക് പുതിയ നിയമങ്ങളിൽ പരിശീലനം നൽകി കഴിഞ്ഞു. പോലീസ്, ജയിൽ, ഫോറൻസിക് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകിയത്. ജുഡീഷ്യൽ പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥർക്കും പരിശീലനം ലഭിച്ചു കഴിഞ്ഞു. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സാങ്കേതിക സഹായവും നൽകുന്നുണ്ട്. പൊതുജനങ്ങൾക്കിടയിൽ പുതിയ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും ഇനി പൂർത്തീകരിക്കുക പുതിയ നിയമങ്ങൾ പ്രകാരമായിരിക്കും. സെക്ഷൻ നമ്പറുകൾ ഇനിയെല്ലാം പുതിയത് ആയിരിക്കും. ഉദാഹരണത്തിന് IPCയുടെ 420-ാം വകുപ്പ് വഞ്ചനാ കുറ്റമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഈ വകുപ്പില്ല. ഭാരതീയ ന്യായ സംഹിതയുടെ 316-ാം വകുപ്പിലാണ് വഞ്ചനാ കുറ്റം ഇനി വരിക. ഇങ്ങനെ മിക്ക വകുപ്പ് നമ്പറുകളും പുതിയതാണ്. രാജ്യദ്രോഹം കൈകാര്യം ചെയ്യുന്ന IPC 124A വകുപ്പ് ഇനി സെക്ഷൻ 150 ആയിരിക്കും. 33 കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയും 83 കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന്. 20 പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. 23 കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ ഉറപ്പാക്കി. 6 കുറ്റങ്ങൾക്ക് സാമൂഹ്യ സേവനം ശിക്ഷയായി ചേർത്തിട്ടുണ്ട്. ഡിസംബർ 13-നാണ് പുതുക്കി അവതരിപ്പിച്ച നിയമസംഹിതയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. അതേസമയം ഈ നിയമത്തിൻ്റെ നടപ്പാക്കലിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയുണ്ട്. നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ 140 MPമാരെ സ്പീക്കർ പുറത്താക്കിയിരുന്നു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. സുപ്രധാനമായ ഒരു നിയമം പ്രതിപക്ഷ സാന്നിധ്യമില്ലാതെ പാസ്സാക്കി എടുത്തതായി ഹർജിയിൽ ആരോപിക്കുന്നു.